നമുക്ക് ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2:24. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. കുടുംബജീവിതത്തെക്കുറിച്ചല്ല ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ത്രിയേകത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് എടുക്കുന്നത്. നമുക്ക് ത്രിയേകത്വത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഈ 1 മണിക്കൂർ കൊണ്ടൊന്നും തീരത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഈ വാക്യവും ത്രിയേകത്വവും തമ്മിൽ എന്നാ ബന്ധം? ഏകമായി തീരും. ഒന്നിലധികം പേര് ഏകമായി തീരാൻ കഴിയും എന്ന് ബൈബിള് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ആളുകൾ ചോദിക്കും, അതെങ്ങനെയാ 3 പേര് ഒന്നായി തീരുന്നത്, ഒരാളെങ്ങനെയാ 3ആയി തീരുന്നത്, ഇതൊക്കെ എങ്ങനെയാ പറ്റുന്നത്? പറ്റുമെന്ന് ദൈവം തന്നെ പറഞ്ഞേക്കുന്ന ഒരു വാക്യമാണ്. ഇവിടുത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാ? ആദമും ഹവ്വയും, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും. അവര് വിവാഹത്തിലൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അവരൊരേകമായിട്ട് തീരും, ഒരു യൂണിറ്റായിട്ട് തീരും, ഒന്നായിട്ട് തീരും. അതാ ഈ വാക്യം പറയുന്നത്. ഇതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒന്നായി തീരും, ഒന്ന് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം എഹാദ്. എനിക്ക് ഹീബ്രു ഒന്നും അറിയത്തില്ല എന്നൊന്നും ചിന്തിക്കേണ്ട, ഈ പദം ഒന്ന് ഓർത്തിരിക്കുക, എഹാദ്. ഇംഗ്ലീഷിൽ സാധാരണ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് എഴുതുമ്പോൾ HR, ECHAD, എച്ചാഡ്. പക്ഷേ ഒറിജിനലിലെ പ്രൊനൗൺസിയേഷന് എഹാദ് എന്നാണ്, എഹാദ്. ഇസ്ലാമിൽ അഹദ് എന്നൊരു പദമുണ്ട് അറബിക്കിൽ, അത് ഇതൊക്കെ ഒന്ന് തന്നെയാണ്. വാസ്തവത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പോലും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. സുറ 112:1. ബൈബിൾ പഠിപ്പിക്കാൻ വന്നിട്ട് സുറ പഠിപ്പിക്കരുത് എന്ന് പറയരുത്, അത് പിന്നീട് അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പം എഹാദ് ഒരു ഹോ ഒക്കെ പറഞ്ഞാന്നല്ലോ അവരുടെ ഭാഷ. അപ്പം ECHAD എന്നുള്ളതാണ് സാധാരണ ട്രാൻസ്ലിറ്ററേഷന് നമ്മൾ കാണുന്നെങ്കിലും അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷന് എഹാദ് എന്നാണ്. അപ്പം ഇവിടെ പറയുന്നത് 2 പേര് ഒന്നായി തീരുന്ന ഒരു ടെക്നോളജി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതാണ് ഭാര്യ ഭർത്താക്കന്മാർ. ഇത് ശരിയാണോ? ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, എൻ്റെ ഭാര്യ പോത്താനിക്കാടുകാരിയാണ്. ഞങ്ങൾ തമ്മിൽ വിവാഹത്തിന് മുമ്പേ യാതൊരു പരിചയവുമില്ല. വിവാഹത്തിന് മുമ്പേ ആകെ അരമണിക്കൂർ സംസാരിച്ചു. അപ്പോൾ ഷേർലി നന്നായിട്ട് ചിരിച്ചു. ചിരി എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമല്ല കല്യാണം കഴിച്ചത്, ദൈവഹിതമാണെന്ന് ബോധ്യം വന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചേ. എടാ, പോത്താനിക്കാടുകാരിയും തിരുവനന്തപുരംകാരനും പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ ആ ദിവസം തൊട്ട് ദൈവം ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പം ഈ ദൈവം പറഞ്ഞേക്കുന്നതിന് എന്തോ ഒരു സൂത്രം ഉണ്ടല്ലേ? ഇല്ലേ? ഇതുപോലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇവിടെ ലോകത്ത്? ദർ ഈസ് നോ അതർ റിലേഷൻഷിപ്പ്. ഒരു ബന്ധവുമില്ലാത്ത, നമ്മുടെ ട്രഡീഷനിലൊക്കെ ആണെങ്കിൽ, ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ വ്യത്യസ്തമായിരിക്കാം, ഒരു പരിചയവുമില്ലാത്ത 2 അപരിചിതര് വിവാഹം എന്നൊരു ശുശ്രൂഷയിലൂടെ അല്ലെങ്കിൽ ദൈവികമായിട്ട് യോജിക്കപ്പെടുന്നു, ഒരു കുടുംബമായി തീരുന്നു. അവർക്ക് പിന്നെ രഹസ്യങ്ങളില്ല, അവർക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ, പിന്നെ ഒരു കുടുംബമാണ്, ഒരു പേഴ്സാണ്. ഏതെങ്കിലും വീട്ടിൽ 2 പേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഈ ഒന്നാകുന്നതിൽ അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. കുടുംബമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഒന്നായി തീരുന്ന ദൈവിക അത്ഭുത പ്രവർത്തനമാണ് ഫാമിലി. ഇത് പ്രാക്ടിക്കലി ഓൾസോ, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിലും ഇതിങ്ങനെ തന്നെയാണ്. ഇതിനി വിശ്വാസികൾക്ക് മാത്രമാണോ? ഇല്ല. ഇത് ദൈവം ലോകത്തിലെ സകല പുരുഷനെയും സ്ത്രീ, അല്ലെങ്കിൽ സകല ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക നിയമമാണ്. അല്ലെങ്കിൽ ദൈവിക ശക്തി ഉപയോഗിച്ച് ദൈവം ഒരു മിസ്റ്റിക്കൽ യൂണിയനിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ഒരു ഒരുമിക്കപ്പെടലിലേക്ക് ഭാര്യയെയും ഭർത്താവിനെയും ചേർത്ത് ഒന്നാക്കി തീർക്കുന്നു.
അപ്പം നമ്മൾ ചിന്തിക്കും ചില വീട്ടിലൊക്കെ അടിയും പിടിയും ഒക്കെ ഉണ്ട്, അത് മനുഷ്യൻ്റെ കുറവുകൾ ഉണ്ടാണ്. ശരിക്കും ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ അഭയം പ്രാപിച്ച്, ദൈവവചനം അനുസരിച്ച് ഒരു പുരുഷനും സ്ത്രീയും ജീവിച്ചാൽ യെസ്, പ്രാക്ടിക്കലി ദേ ക്യാൻ ബിക്കം വൺ. അപ്പം ഇത് ഞാൻ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചാൽ, ഈ പദം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു വാക്യമുണ്ട്. അത് ആവർത്തന പുസ്തകം 6-4 വാക്യമാണ്. ആവർത്തനം 6-4. ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അവിടെയും ഏകൻ തന്നെ. യഹോവ ഏകനാണ്, യഹോവ ഒറ്റയാളാണ്, യഹോവയിൽ ഒരു പ്രത്യേക ഏകകമേ ഉള്ളൂ എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് യഹാദെന്നുള്ള പദമാണ്. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ ആദമും ഹവ്വയും ഒന്നായിരിക്കുന്നത് പോലെ, പക്ഷേ അതിലൊക്കെ പെർഫെക്ഷനുള്ള, അല്ലേ? നമ്മൾ യഹോവയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പെർഫെക്ഷൻ കാണും, അല്ലേ? നമ്മൾ തട്ടിയും മുട്ടിയല്ലേ സാറിന് പറയും, ചട്ടിയും കലം വന്നേ തട്ടിയും മുട്ടിയും പോകും എന്നൊക്കെയുള്ള രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന മനുഷ്യന് ഒരു പക്ഷെങ്കിൽ ഈ ദൈവിക യൂണിറ്റി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഐക്യത, ദൈവം ഒന്നായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഗ്രഹിക്കാൻ അല്പം പ്രയാസം ഉണ്ടായിരിക്കാം. പക്ഷേ കുടുംബജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ആ തത്വവും തന്നിൽ തന്നെ ദൈവം ഉണ്ടെന്ന് പറയുന്ന ആ ഏകതയും ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഒരു പുരുഷനും സ്ത്രീയും അവരുടെ വ്യക്തിത്വം, അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്വതന്ത്ര സത്ത, അവരുടെ ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി എന്നൊക്കെ ഉള്ള പദം കൊനഷ്ട പിടിച്ച പദമാണ്. മലയാളത്തിൽ ഒരു വാക്ക് കിട്ടാൻ വലിയ പാടാണ്. സത്തയെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഐഡൻറ്റിറ്റി കാർഡെന്ന് പറഞ്ഞാൽ അറിയാം, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് കാണും. ഈ കാർഡ് കണ്ടാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ഇയാൾ ഇവിടുത്തെ ഇന്ന ജോലിക്കാരനാണ്, പേരിന്നതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണെന്നൊക്കെ അറിയാം, അല്ലേ? അത് ഐഡൻറ്റിറ്റിയുടെ ഒരു എംബ്ലമാണ്, ഒരു സിമ്പലാണ്. അതുപോലെ നമ്മളിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, എന്നിലൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. വാസ്തവത്തിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ജെയിംസ് വർഗീസ് എന്ന് പറയുന്ന ഈ എനിക്ക് ചില ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവങ്ങളും എൻ്റെ പ്രത്യേകതകളും ഒക്കെ ചേർന്നുണ്ടാക്കിയേക്കുന്നത്. അത് നമുക്ക് എടുത്തു കാണിച്ച് ഇതാണ് ജെയിംസിൻ്റെ ഐഡൻറ്റിറ്റി എന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ വെറുതെ ഒന്ന് ചെറുകെ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് ഒരു ഐഡൻറ്റിറ്റി കാർഡ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കെല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു സത്തയുണ്ട്, അല്ലെ ഒരു സത്വമുണ്ട്. നമ്മളിൽ ഒരു വ്യക്തിത്വത്തെക്കാളും ഉയർന്ന വ്യക്തിത്വത്തിൽ നമ്മൾ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ വരും. അത് ക്രിസ്ത്യ രംഗത്ത് അത് ഒരുപാടുണ്ട്, അല്ലേ? രണ്ടുപേര് തമ്മിൽ മൂന്നാമത്തവനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നേലും മൂന്നാമത്തെ ആൾ വരുമ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡും ഒക്കെ കൊടുത്തു, അയ്യോ സഹോദരനെ കുറിച്ച് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പറയും. പക്ഷെ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമോ? പറയത്തില്ല, അല്ലേ? പറയുമോ? നിന്നെക്കുറിച്ച് ഞങ്ങൾ ഇന്നതാ പറഞ്ഞെന്ന് പറയില്ല. അതാണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു കാണിക്കുന്നതാണ്. സത്യം എന്ന് പറയുന്നത് അതിനേക്കാളും അടിസ്ഥാനമായിട്ടുള്ളതാണ്. എന്നിലുള്ള എൻ്റെ ആ സ്വഭാവത്തിൻ്റെ സത്ത് അതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ അതാണ് സത്ത. നമുക്ക് സത്തിനെ കുറിച്ച് അറിയാം, ഏലക്ക സത്ത്, അല്ലേ? കുരുമുളക് സത്ത്. അതിൽ നിന്ന് അതിൻ്റെ ഏറ്റവും എസൻസ്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വേർതിരിച്ചെടുക്കുന്നതാണ് എസൻസ്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളെല്ലാം കൂടെ, എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ചേർത്ത് വെക്കുന്ന അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആദമും ഹവയും രണ്ട് ഐഡൻറ്റിറ്റി ഉള്ള വ്യക്തികളാണ്. അവർക്ക് രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്, അവർക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവർ വ്യത്യസ്തരാണ്. പക്ഷേ വിവാഹത്തിലൂടെ ദൈവം അവരെ ഒന്നായി ചേർക്കുന്നു, ഒരഭൗമികമായിട്ടുള്ള യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ ദൈവം പറയുകയാണ്, ഞാൻ യഹോവയാണ്, എന്നിൽ ഒന്നിലധികം വ്യക്തിത്വങ്ങളുള്ള ഒരു അവസ്ഥയാണുള്ളത്. അതാണ് ഈ വാക്യം പറയുന്നത്.
ഈ വാക്യത്തിന് വളരെ രസകരമായിട്ടുള്ള, ദൈവം ഒരു തമാശക്കാരനാണ്. ആ തമാശ ഈ വാക്യത്തിലും ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നെ അതെന്നറിയാമോ? ലോകത്തിലെ സകലമാന യഹോവ സാക്ഷികളോടും ചോദിച്ചാൽ അവരാദ്യം പറയുന്ന വാക്യം ഇതാ. എന്താ? നിങ്ങളുടെ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, യഹോവ ഏകൻ തന്നെ. ഏതൊരു ഈ ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെ നിഷേധിക്കുന്ന ആരോടും നമ്മൾ ചർച്ച ആരംഭിക്കും, മുസ്ലിംസ് ആയാലും കൊള്ളാം, യഹോവ സാക്ഷികളായാലും കൊള്ളാം, ആരോടും ചർച്ച ആരംഭിക്കുമ്പോൾ അവരാദ്യം എടുത്തിടുന്ന വാക്യമാണ് ഈ 6:4. പക്ഷേ ഞാനൊരു ഒന്നിലധികം വ്യക്തിത്വങ്ങൾ അടങ്ങിയ ഒരേകകമാണ് എന്ന് ദൈവം പറയുന്ന അതിശക്തമായിട്ടുള്ളൊരു വാക്യമാണ് ഈ 6:4. അല്ലെങ്കിൽ ദൈവിക ത്രിത്വത്തിൻ്റെ ശരിക്കുമുള്ള പ്രൂഫ് ടെക്സ്റ്റുകളിൽ, അതിൻ്റെ തെളിവായിട്ട് ഉദ്ധരിക്കാവുന്ന വാക്യങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ള വാക്യമാണ് ഈ 6:4. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം വായിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഒന്നായിത്തീരുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന് മൂലഭാഷയിൽ ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എഹാദ് എന്നുള്ള പദമാണ്. എഹാദ് എന്നുള്ള പദമാണ്. ഭാര്യയും ഭർത്താവും ഒരെഹാദായി തീരും, ഒരു യൂണിറ്റായിട്ട് തീരും. ദൈവം ഒരു മിസ്റ്റിക്കൽ യൂണിയൻ വഴി, അല്ലെങ്കിൽ നമുക്ക് വ്യവച്ഛേദിക്കാൻ കഴിയാത്ത ഒരു ദൈവിക പ്രക്രിയ വഴി എങ്ങാണ്ട് കിടന്ന 2 പേരെ, തിരുവനന്തപുരത്തുകാരൻ ടിബിയെയും കോടനാട്ടുകാരി ഭാര്യയും, അവർ തമ്മിൽ നേരത്തെ ഒരു പരിചയവുമില്ല, ദൈവം ഒരുമിച്ച് കൊണ്ടുവരുന്നു, അവരൊരേകകമായിട്ട് തീരുന്നു, അവരൊരെഹാദായിട്ട് തീരുന്നു. ഒരു പുരുഷനും സ്ത്രീയുമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ യൂണിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പം വ്യത്യസ്ത പോളുകൾ അട്രാക്റ്റ് ചെയ്യും, അല്ലേ? പുരുഷനും സ്ത്രീയും തമ്മിൽ ആകർഷണമുണ്ട്. അപ്പോൾ അതല്ലേ അതിൻ്റെ സീക്രട്ട് എന്ന് സംശയിക്കാം. ദൈവത്തിലും അങ്ങനെയുള്ള ആകർഷണങ്ങളുണ്ടോ എന്ന് നമുക്ക് പിന്നീട് നോക്കാം. വാട്ട് ഈസ് ദ ഗ്ലൂ വിത്ത് വിച്ച് ദ ട്രയൂണിറ്റി ഈസ് ഫ്യൂസ്ഡ് ടുഗദർ, പേസ്റ്റഡ് ടുഗദർ? ഏത് പശ ഉപയോഗിച്ചാൽ ഈ ത്രിയേകത്വത്തെ യോജിപ്പിച്ചിരിക്കുന്നത്? നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. എഹാദ് എന്നുള്ള പദം വീണ്ടും നമ്മൾ കാണുന്നത് ആവർത്തന പുസ്തകം 6:4 വേറെ പല ഭാഗങ്ങളിലുണ്ട്. ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ആ പദം വീണ്ടും ഏറ്റവും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഡ്യൂട്രോണമി, ആവർത്തനം 6:4. അവിടെ ദൈവം പറയുക, ഇസ്രയേലെ കേൾക്ക. ഇത് വളരെ പ്രശസ്തമായ വാക്യമാണ്. ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും ഡിയറായിട്ടുള്ള വാക്യങ്ങളിലൊന്ന്. അവനെ അടുത്ത് വിളിച്ചിട്ട് ദൈവം പറയുക, ഇസ്രയേലെ കേൾക്ക, കുഞ്ഞുങ്ങളെ നിങ്ങൾ കേൾക്ക്, ഞാൻ ഒരെഹാദാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ ഗ്രഹിക്കാവുന്നേ? ദൈവം ആദമും ഹവ്വയും ഒന്നായിട്ട് ചേർന്നിരിക്കുന്നത് പോലെ ഒന്നായിട്ട് ചേർന്നിരിക്കുന്ന ഒരേകകമാണ്. അതാ പറയുന്നത്. ഓക്കെ, അപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരെഹാദായിട്ട് മാറ്റിയിരിക്കുന്നു, ഒരേകകമായിട്ട് മാറ്റിയിരിക്കുന്നു. ഇവിടെ ആവർത്തന പുസ്തകം 6:4 അതിന് ക്ഷമ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരുടെ ക്ഷമ വാക്യമാണ് അത്. ഇസ്രയേലെ കേൾക്കാം, ഞാനൊരേകകമാണ്, ഞാനൊരു എഹാദാണ്, ഞാനൊരു ഏക യൂണിറ്റാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധ്വനി എന്താ? ആദമിനും ഹവ്വയ്ക്കും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവം സ്വന്തം പേരിലും ഉപയോഗിച്ചിരിക്കുന്നു. അത് കാണിക്കുന്നത് ദൈവത്തിൽ ബഹുത്വമുണ്ട്, ഒന്നിലധികം വ്യക്തിത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. There is plurality in God. ദൈവത്തിൽ ബഹുത്വമുണ്ട്. ഫിലോസഫിയിൽ ഇങ്ങനെയുള്ള ഏകകങ്ങൾക്ക്, ജീവനുള്ള ഏകകങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പദമുണ്ട്, ബീയിങ്. ബീയിങ്, BEING, ബീയിങ്. അതിന് മലയാളത്തിൽ ഒരു നല്ല വാക്ക് കിട്ടാൻ വലിയ പാടാണ്. ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ നമ്മൾ പറയും. അതിന് മലയാളം എന്തുവാ? ഹ്യൂമൻ ബീയിങ്, മനുഷ്യജീവി. ജീവി പക്ഷേ പശുവും ജീവിയാണ്. സെക്യുലർ ഫിലോസഫിയിലൊക്കെ ചിലപ്പോൾ റെയറായിട്ട് ഉപയോഗിക്കാറുണ്ട്.
പക്ഷെ ആ അർത്ഥം വരത്തില്ല. ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വ ഗുണങ്ങളുള്ള ഒരു ജീവി. അതിനകത്ത് ബൗദ്ധികമായിട്ടുള്ള കഴിവുകൾ, ഇച്ഛ, ഇൻ്റലക്റ്റ്, ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ജീവി. അതാണ് ബീയിങ്. അപ്പം ദൈവം ഒരു ബീയിങ് ആണ്, ഒരു യൂണിറ്റാണ്, ഒരേകകമാണ്. ആ ഏകകത്തിൽ ബഹുത്വമുണ്ട്. എന്താ കാരണം? ദൈവം ഇസ്രായേലിനെ വിളിച്ചു പറഞ്ഞു, മക്കളെ ഇങ്ങ് വാ, ഞാൻ ആരാന്ന് പറഞ്ഞു തരാം. ഞാൻ ഒരേകകമാണ്, ഞാനൊരു ബീയിങ് ആണ്, ഞാനൊരു യൂണിറ്റിയാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ ഈ വാക്യം കുറച്ചുകൂടെ ഭംഗിയായിട്ട് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമായിരുന്നു. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാണ്, യഹോവ ഐക്യൻ തന്നെ. യഹോവ ഒരു ഐക്യ ഘടകമാണ്. ഒന്നിലധികം ഘടകങ്ങളെ സമന്വയിപ്പിച്ച് ചേർത്ത ഒരേകകമാണ്, ഒരു ബീയിങ് ആണ് യഹോവ. ഇതാണ് മോശ ഇസ്രായേലിനെ വിളിച്ചത്. അല്ലെങ്കിൽ മോശയിലൂടെ ദൈവം ഇസ്രായേലിനോട് പറയുന്ന ഇതാണ്, ഞാൻ ഒന്നിലധികം ഘടകങ്ങൾ അടങ്ങിയ ഒരു ഏകകമാണ്, എന്നിൽ ഒന്നിലധികം ഘടകങ്ങളുണ്ട്. ഇനിയും ഭാഷയിൽ പറ്റിയ വാക്കില്ലാത്തത് കൊണ്ട് അങ്ങനെ അബദ്ധത്തിന് ഉപയോഗിച്ചതാണോ? ഏകത്വത്തിന് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകൾ വേറെ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഈ എഹാദിന് പകരം യാച്ചിഡ്, YACHID എന്നൊരു പദം ഉണ്ട്. അത് നമുക്ക് ധാരാളം ബൈബിളിൽ ഇഷ്ടം പോലെ യാച്ചിഡ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മനസ്സിലാകുന്ന ഒരു പദപ്രയോഗത്തിലേക്ക് പോയാൽ, നമ്മൾ ഇബ്താഹിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഇബ്താഹിൻ്റെ മോളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൾക്ക് ഏക മകളായിരുന്നു. 34 വാക്യം, 11:34, ന്യായാധിപന്മാർ, ജഡ്ജസ് 11:34. എന്നാൽ യിഫ്താഹ് മിസ്പയിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റു വരുന്നു. അവൾ അവന് ഏകപുത്രിയായിരുന്നു. ഓക്കെ, അടുത്തോട് വായിച്ചു. അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല. ഓക്കെ, അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല. ആ ഒരു മകൾക്ക് ഉപയോഗിക്കുന്ന പദമാണ് യാച്ചേഡ്. അതാണ് കേവല ഏകത്വം എന്ന് നമുക്കതിനെ വിളിക്കാം. കേവല ഏകത്വം, അബ്സല്യൂട്ട് യൂണിറ്റി, കേവല ഏകത്വം. ആകെപ്പാടെ ഒന്നേ ഉള്ളൂ, അതിലൊന്നിലധികം ഇതുപോലെയുള്ളതില്ല. അതിനുപയോഗിക്കുന്ന പദമാണ് യാച്ചിഡ്. എസ്കോൽ താഴ്വരയിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിങ്ങയ്ക്കും അത് ഉപയോഗിച്ചിട്ട് ഒരു യാച്ചിഡായിരുന്നു ആ മുന്തിരിക്കൊല. അതിൽ ഉപഘടകങ്ങളുണ്ട്, പക്ഷേ അത് ഒരുമിച്ച് ഒരു കുലയാണ്. അതായത് ഏകമായിട്ടിരിക്കുന്നതിന് പറയാൻ ഹീബ്രുവിൽ വേറെ വാക്കുണ്ട്. അപ്പം പിന്നെ ആദാമിനെ ഹവ്വയെയും രണ്ടുപേരെ ഒന്നാക്കിയ അതിൻ്റെ പദം തന്നെ ദൈവം എന്തുകൊണ്ട് തനിക്ക് വേണ്ടി ഉപയോഗിച്ചു? എന്തുകൊണ്ടാ? തന്നിൽ ബഹുത്വം ഉള്ളത് കൊണ്ടാണ്. There is unity in God. ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ഒന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റി ദൈവത്തിലുണ്ട്. ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, ഞാനൊരു എഹാദാണ്, ഞാനൊരു യാച്ചിഡല്ല. എന്നിൽ ഒന്നിലധികം വ്യക്തിത്വങ്ങളുണ്ട്. ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന, മുമ്പേ നമ്മൾ പറഞ്ഞ വാക്കേതാ? ബീയിങ്. ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ബീയിങ് ആണ് ഞാൻ, ഒരേകകമാണ് ഞാൻ. ഇത് പറയണമെന്ന് ദൈവത്തിന് ഭയങ്കര നിർബന്ധമാണ്. അതെന്തായിരിക്കും കാര്യം? ഇത് മനുഷ്യനെ അറിയിക്കണമെന്ന് തന്നെ അങ്ങനെ ഇരുന്നാൽ പോരെ? ദൈവത്തിൻ്റെ സകല സൽഗുണങ്ങളും ഈ ദൈവത്തിലെ ബഹുത്വത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ സകല സൽഗുണങ്ങളും ദൈവത്തിലെ ബഹുത്വത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. കേവല ഏകത്വമുള്ള ദൈവങ്ങളെക്കുറിച്ച് വല്ലതും അറിയാമോ?
കേവല ഏകത്വമുള്ള ദൈവങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ദൈവത്തെക്കുറിച്ച് അറിയാം? കേവല ഏകത്വം പഠിപ്പിക്കുന്ന മതങ്ങളെക്കുറിച്ച് വല്ലതും കേട്ടിട്ടുണ്ടോ? കേവല ഏകത്വം മനസ്സിലായില്ലേ? യാച്ചിഡ് വെച്ച് സൂചിപ്പിക്കുന്നു. ഒന്നേ ഉള്ളൂ, ഉപഘടകങ്ങളൊന്നുമില്ല. യാച്ചിഡ്. കേവല ഏകത്വം പഠിപ്പിക്കുന്ന മതങ്ങളും വല്ലതും ഉണ്ടോ? ആരോ പറഞ്ഞു ഇസ്ലാം. അവിടെ കേവല ഏകത്വമാണ്. അള്ളാഹു കേവല ഏകദൈവമാണ്. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവം ഒരു തമാശക്കാരനാ. ഈ ഖുറാനൊക്കെ രചിച്ചു വെച്ചപ്പോൾ അതിനകത്തും സൂറ 112:1 അതൊരു യാച്ചിഡ് എഹാദാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവർക്കറിയത്തില്ലെന്നേ ഉള്ളൂ. അവർ തിയോളജിയൊക്കെ പറയുമ്പം ഞങ്ങളുടെ ദൈവം ഏകനാ, ഈ 6:3 പറഞ്ഞേക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാണെന്നൊക്കെ പറയും. ശരിയല്ല കേട്ടോ. അവരുടെ കിതാബിലും ഈ ദൈവം, അവരുടെ ദൈവം ഒരു യഹാദാണ് എന്ന് എഴുതി വെക്കത്തക്ക വിധത്തിൽ ദൈവം അവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു. ഈ ഒരു വലിയ തമാശക്കാരനാണ്. പലപ്പോഴും കർത്താവിനെ വിമർശിക്കുന്നവരെ കൊണ്ട് തന്നെ വളരെ ഗോപ്യമായിട്ട് കർത്താവിനെ കുറിച്ച് പറയിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഓക്കെ, അപ്പം കേവലേകത്വം പഠിപ്പിക്കുന്ന ഒരു റിലിജ്യനാണ് ഇസ്ലാം. അവരുടെ ദൈവത്തിൻ്റെ കൺസെപ്റ്റിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യേശു ക്രിസ്തുവിനെയും അള്ളാഹുവിനെയും കുറിച്ച് താരതമ്യപ്പെടുത്തിയ എന്തെങ്കിലും സാമ്യമോ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടോ? അവരുടെ പ്രമാണത്തിൽ ഒരാളെ വ്യഭിചാരത്തിൽ പിടിച്ചാൽ എന്നെ വേണം, കല്ലെറിഞ്ഞു കൊല്ലണം. യേശു ക്രിസ്തു വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ട് മുന്നേ നിർത്തിയപ്പോൾ എന്നോ ചെയ്തു? കരുണ കാണിച്ചു, സ്നേഹം കാണിച്ചു. എന്താ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? കേവല ഏകത്വത്തിൽ സ്നേഹത്തിനും കൃപയ്ക്കും ഒന്നും ഉള്ള ഒരു സ്കോപ്പുമില്ല. ഇപ്പം ദൈവത്തിൻ്റെ സൽഗുണങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ ബഹുത്വത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. എന്താ അതിൻ്റെ കാര്യം? നന്മയെന്ന് പറയുന്നത് റിലേഷണലാണ്. എല്ലാ നന്മകളും ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹം ഒരു ഗുണവിശേഷമാണോ? ഈസ് ഇറ്റ് എ വിർച്യു? ആണോ? ഗുണവിശേഷമാണോ സ്നേഹം? സുനിൽ സൗര പറഞ്ഞേ. ആണല്ലേ? സ്നേഹമാണ് അഖിലസാരം മൊഴിയിൽ കവി പറഞ്ഞേക്കല്ലേ. ഈ ലോകത്തിൻ്റെ അഖിലസാരവും സ്നേഹമാ. കൃപ, കരുണ, ദീർഘക്ഷമ, പരോപകാരം. അയ്യോ, ഇതെല്ലാം ഇങ്ങനെയുള്ള ഈ നന്മകളൊക്കെ തന്നെ മിക്ക നന്മകളും റിലേഷണലാ, ബന്ധത്തിലായിരിക്കുന്നേ. അപ്പം ഞാൻ തന്നെ നിത്യത തൊട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ആരെ സ്നേഹിച്ചു കാണും? ഒരു കേവല ഏകദൈവത്തിൻ്റെ ഗതികേടിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മുസ്ലിംസൊക്കെ പറയും ഞങ്ങളുടെ ദൈവം കേവല ഏകത്വമാണ്, ഞങ്ങളുടെ ദൈവത്തിൽ ബഹുത്വമൊന്നുമില്ല. നിങ്ങളിതെല്ലാം കൃത്രിമമായിട്ട് പറയുന്നു, നിങ്ങളുടെ ആകപ്പാടെ തെറ്റാ. കണ്ടില്ലേ, ആവർത്തനം 6:4 പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ദൈവം ഏകനാണെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഓർക്കുക, ബഹുത്വമുള്ളിടത്തേ സ്നേഹമുള്ളൂ. അപ്പം ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചാൽ നിങ്ങൾ എന്നാ പറയും? നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടോ? സ്വാർത്ഥതയെന്ന് പറയും. അതൊരു വിർച്യു അല്ല, അല്ലേ? ഞാൻ എന്നോട് തന്നെ കരുണ കാണിച്ചാൽ അതും സ്വാർത്ഥതയാണ്. ഞാനൊരു പാപം ചെയ്യുക, എന്നിട്ട് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുക. ജെയിംസായി കുഴപ്പമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ദീർഘക്ഷമ കാണിക്കുക. എങ്ങനെയുണ്ട്? അതേസമയത്ത് വേറൊരാളോട് കാണിച്ചാലോ? അതൊരു ഗുണമാ, സൽഗുണമാ, വിർച്യുവാ. അപ്പം വിർച്യൂസ് എല്ലാം ബന്ധത്തിലായിരിക്കുന്നേ. അപ്പോൾ ഒരു കേവല ഏകദൈവത്തെ വിഭാവനം ചെയ്താൽ ആ ദൈവത്വത്തിൽ ഒരു വിർച്യുവും നമുക്ക് ആരോപിക്കാൻ പറ്റത്തില്ല, ഉണ്ടാകാൻ പറ്റത്തില്ല. മനസ്സിലായേ? അപ്പം ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനോഹാരിതയുടെ അടിസ്ഥാനം ദൈവിക ത്രിത്വത്തിലാണ്. ഇത്
ജനത്തോട് പറയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാനൊരു എഹാദാണ്. യഹൂദന് ഇത് നന്നായിട്ട് മനസ്സിലാവും അല്ലേ? പക്ഷേ അവരുടെ ഹൃദയകാഠിന്യം കൊണ്ട് അവർക്ക് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാനൊന്നും കഴിഞ്ഞില്ല. ആ ത്രിയേകത്വത്തിൽ രണ്ടാമൻ വന്നപ്പോൾ സ്വീകരിക്കാനൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ഭാഷയിൽ എഹാദെന്ന് പറയുന്നത് ഐക്യത്തിലിരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൽ സകല ഗുണവിശേഷങ്ങളും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ഗുണവിശേഷങ്ങളെല്ലാം ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. ബന്ധമുണ്ടെങ്കിലേ സ്നേഹമുള്ളൂ, ബന്ധമുണ്ടെങ്കിലേ കൃപയുള്ളൂ, ബന്ധമുണ്ടെങ്കിലേ കരുണയുള്ളൂ. അപ്പം ഈ ദൈവം ത്രിയേകനായിരിക്കുന്നത് വലിയൊരു സൗകര്യമാണ്. ഇപ്പം ചിലർ ചിന്തിക്കുന്നു, അയ്യോ ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡോക്ട്രിൻ ദൈവം ഉണ്ടാക്കി വെച്ച് ആരൊക്കെ ചോദിക്കുന്നു, എന്തൊക്കെ കറങ്ങുന്നു, അയ്യോ കർത്താവേ വട്ടം കറങ്ങുക അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അപ്പം ഇനി എന്നോ ചെയ്യണം? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ത്രിയേക ദൈവമേ, അങ്ങൊരു ത്രിയേക ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. അങ്ങയുടെ സകല ഗുണവിശേഷങ്ങൾക്കും അടിസ്ഥാനം അങ്ങയിലുള്ള ബഹുത്വമാണ്. ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ദൈവത്തിലുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് തന്നെ. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഈ ദൈവം ഇത്രയും കുഴപ്പക്കാരായിട്ടുള്ള ഈ മനുഷ്യരെ എന്തിനു സഹിക്കണം? നമ്മളായിരുന്നു എന്നോ ഇതിന്. ഓം ഹ്രീ എന്ന് പറയുമ്പോൾ സകല സൃഷ്ടിയും നശിച്ചു പോകും, എന്നിട്ട് പുതിയ ഒരെണ്ണത്തിനെയാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ? ആദാം പാവം ചെയ്തപ്പോൾ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലേ? എന്താ ദൈവം അങ്ങനെ ചെയ്യാത്തത്? ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാ. എന്തുകൊണ്ടാ ദൈവം സ്നേഹമായിരിക്കുന്നത്? ദൈവം ബഹുത്വമായിരിക്കുന്നതിലാണ്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ കാരണം, എല്ലാ ഗുണവിശേഷങ്ങളും എല്ലാ സൽഗുണങ്ങളും ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. ദൈവത്തിൽ ബന്ധമുണ്ടാകണമെങ്കിൽ ദൈവത്തിൽ പ്ലൂറാലിറ്റി വേണം, ദൈവത്തിൽ ഒന്നിലധികം വ്യക്തിത്വങ്ങൾ വേണം. അതുകൊണ്ടാണ് ദൈവത്തിന് സകല ഗുണവിശേഷങ്ങളും ഉള്ളത്. ഗുണവിശേഷങ്ങൾ വേണമെങ്കിൽ പ്ലൂറാലിറ്റി വേണം, അല്ലെങ്കിൽ ബഹുത്വം വേണം, ഒന്നിലധികം വ്യക്തിത്വങ്ങൾ വേണം. അപ്പം ദൈവം ഗുണവിശേഷങ്ങൾ നിറഞ്ഞവനായിരിക്കുന്നത് ദൈവത്തിൽ ബഹുത്വമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ത്രിയേകത്വമുള്ളത് കൊണ്ടാണ്. ഇനിയും രണ്ടാമതൊരു കാര്യം, ഗോഡ് cannot graduate. ദൈവത്തിന് വളരാനായിട്ട് കഴിയത്തില്ല. നമ്മളൊക്കെ പിള്ളേരെ അല്ലേ നേഴ്സറി വിടും, അത് കഴിഞ്ഞ് ഇങ്ങനെ പഠിച്ച് BA-ക്ക് വിട്ടു, BSc-ക്ക് വിട്ടു, എൻജിനീയറിങ്ങിന് വിട്ടു, മെഡിസിന് വിട്ടു, അവസാനം ഒരു ഗ്രാജുവേറ്റ് ചെയ്ത് ഡോക്ടർ സോ ആൻഡ് സോ അല്ലെ എൻജിനീയർ സോ ആൻഡ് സോ എന്നൊക്കെ പറഞ്ഞ് ആയി വരുമല്ലേ? പക്ഷെ ദൈവത്തിന് ഗ്രാജുവേഷൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവത്തിൻ്റെ സകല ഗുണവിശേഷങ്ങളും നിത്യമായിരിക്കണം. ദൈവത്തിൻ്റെ സകല ഗുണവിശേഷങ്ങളും നിത്യമായിരിക്കണം. ദൈവം കഴിഞ്ഞ 1000 വർഷങ്ങൾക്ക് മുമ്പേ, അല്ലെ 2000 വർഷങ്ങൾക്ക് മുമ്പേ, 5000 വർഷങ്ങൾക്ക് മുമ്പേ പുതിയൊരു കല പഠിച്ചു. എന്തുവാ? സ്നേഹിക്കാൻ പഠിച്ചു, കരുണ കാണിക്കാൻ പഠിച്ചു, ദീർഘക്ഷമ പഠിച്ചു. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? ദൈവത്തിൽ എല്ലാ ഗുണവിശേഷങ്ങളും റിയലാണ്, യഥാർത്ഥമായിട്ടുള്ളവനാണ്. ഒരെണ്ണവും പൊട്ടൻഷ്യലായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുകയല്ല. എല്ലാം യഥാർത്ഥമായിട്ടുണ്ടായിരിക്കണം. ദൈവത്തിന് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, പുരോഗതി പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം നിത്യമായിട്ട് സൽഗുണപൂർണനാണ്. ഒരു ദിവസം പുതിയതൊന്നും നേടാൻ കഴിയുന്നവനല്ല. അപ്പം അതുകൊണ്ട് എന്താ വേണം? ഈ ബഹുത്വം എന്ന് തൊട്ടുണ്ടായിരിക്കണം? നിത്യത തൊട്ട്. പ്ലൂറാലിറ്റി ഇൻ ഗാഡ് ഹാസ് ടു ബി എറ്റേണൽ. നിത്യത തൊട്ടില്ലാത്ത ഒരു പുതിയ സ്വഭാവം ദൈവത്തിന് നേടിയെടുക്കാൻ കഴിയത്തില്ല. നമ്മളെല്ലാം നേടിയെടുക്കുന്നവരാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ലോകത്തിൽ ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്ന ജീവികളെയൊക്കെ എടുത്തു നോക്കിയാൽ ഏറ്റവും ലീസ്റ്റ് പ്രോഗ്രാംഡ് നമ്മുടെ കുഞ്ഞുങ്ങളാണ്, മനുഷ്യ കുഞ്ഞുങ്ങളാണ്. ഒരു പശുക്കിടാവാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് അത് തന്നെ പോയി പാല് കുടിക്കും. ആരും ഗൈഡ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അതേസമയത്ത് ഒരു കുഞ്ഞോ അങ്ങേയറ്റം കരയും അല്ലേ?
അതിനെ ദൈവം ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്ക കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബാക്കി മുഴുവൻ പഠിച്ചെടുക്കുക. ഒരു മനുഷ്യൻ മുഴുവൻ പഠിച്ചെടുക്കുകയാണെങ്കിൽ ദൈവത്തിന് സകലവും നിത്യമായിട്ടുള്ള ഗുണവിശേഷങ്ങളാണ്. There is nothing gained. ഇടയ്ക്ക് നേടിയെടുത്ത ഒരു സ്വഭാവവും ദൈവത്തിനില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൈവത്തിനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് എല്ലാ വിശേഷങ്ങളും നിത്യമായിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നിത്യമായിട്ടുണ്ടായിരിക്കണമെങ്കിൽ ദൈവത്തിൽ നിത്യമായിട്ട് ബഹുത്വമുണ്ടായിരിക്കണം. ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ഉണ്ടേലേ പറ്റൂ. ഓക്കെ, അപ്പൊ ഒന്നാമത് എല്ലാ സൽഗുണങ്ങളും എങ്ങനെയാ പറഞ്ഞേ? ബന്ധത്തിലാണ്, റിലേഷണലാണ്. 2, ദൈവത്തിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും നിത്യമാണ്, എറ്റേണലാണ്. പുതിയതൊന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ദൈവത്തിന് ഒരിക്കലും കഴിയത്തില്ല. അങ്ങനെ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരാളിനെ ദൈവം എന്ന് വിളിക്കാനായിട്ട് പറ്റത്തില്ല. മൂന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവം എല്ലാം പ്രവർത്തിക്കുന്നത് തൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമൻ വരും, അയ്യോ സഹോദരനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറയുന്ന പരിപാടി അവിടെ ഇല്ല. അങ്ങനെ പറയുന്നവരെ എന്ത് വിളിക്കാം? ഹിപ്പോക്രൈറ്റ്സ് എന്ന് വിളിക്കാം, അല്ലേ? കപട ഭക്തിക്കാരാ, കള്ളന്മാരാ. ഒന്ന് ചിന്തിക്കുകയും വേറൊന്ന് പറയും. ഈ പരിപാടി ദൈവത്തിന് ഇല്ലേ ഇല്ല. ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ നിന്നാണ് വരുന്നത്. അതാ ദൈവത്തിൽ ഗോഡ് കനോട്ട് ലൈ. ദൈവത്തിൽ ഫോഷ്കില്ല. ഗോഡ് ഈസ് ലൈറ്റ്. ദൈവത്തിൽ കളങ്കമില്ല. ഗോഡ് ഈസ് ട്രൂത്ത്. ദൈവം സത്യമാണ്, ട്രൂത്ത്ഫുൾ അല്ല. ദൈവം സത്യമാണ്, ദൈവം പ്രകാശമാണ്, ദൈവം നീതിയാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബഹുത്വം ദൈവത്തിൽ നിത്യമായിട്ടുണ്ടായാലേ പറ്റും. ഒന്നാമത് പറഞ്ഞത് പോയിന്റ് നമ്പർ 1, എല്ലാ ഗുണവിശേഷങ്ങളും പ്ലൂറാലിറ്റിയിൽ അധിഷ്ഠിതമാണ്, അല്ലെ റിലേഷനിൽ അധിഷ്ഠിതമാണ്, ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. 2, ദൈവത്തിലെ എല്ലാ ഗുണവിശേഷങ്ങളും നിത്യമാണ്, എറ്റേണലാണ്. ദൈവത്തിന് ഇടയ്ക്കൊന്ന് പഠിച്ച് നമ്മുടെ ഇപ്പം ലിയ കുഞ്ഞൊക്കെ പുതിയ വാക്യങ്ങളൊക്കെ ഇടയ്ക്ക് കാണാൻ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ പുതിയതൊന്ന് പഠിച്ചെടുക്കുന്ന പരിപാടി ദൈവത്തിനില്ല. ഗോഡ് ഈസ് എറ്റേണലി പെർഫെക്റ്റ്. ദൈവം നിത്യമായിട്ട് പെർഫെക്റ്റാണ്. ഞാൻ സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുവിൻ. മാത്രമല്ല ഐ ആം, മോശയ്ക്ക് ദൈവം വെളിപ്പെടുന്നത് ഞാനൊരു അയ്യാമാണ്, എന്നും എറ്റേണലായിട്ട് നിലനിൽക്കുന്നവനാണ്, ഇന്നുള്ളതുപോലെ ഇന്നലെ ഉണ്ടായിരുന്നവനാ. അല്ലെങ്കിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, എനിക്കൊരു വ്യത്യാസവും വരുന്നവനല്ല, ഞാൻ ഇമ്മ്യൂട്ടബിളാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞെന്നാ, ഗോഡ് ആക്ട്സ് ബൈ ഹിസ് ക്യാരക്ടർ ഒൺലി. ദൈവത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമാ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹവും ദയയും ദീർഘക്ഷമയും കരുണയും കൃപയും ദൈവത്തിൻ്റെ ഈ സകല ഗുണവിശേഷങ്ങളും ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ അധിഷ്ഠിതമാണ്, സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. ഈ സ്വഭാവങ്ങളെല്ലാം ദൈവത്തിൽ നിത്യമായിട്ടുണ്ട്. നിത്യമായിട്ട് സ്വഭാവങ്ങൾ വേണമെങ്കിൽ അതെല്ലാം ദൈവത്തിലെ ബഹുത്വത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ദൈവം എറ്റേണലി നിത്യമായിട്ട് ബഹുത്വമുള്ളവനായിരിക്കണം, ഒന്നിലധികം വ്യക്തിത്വം ഉള്ളവനായിരിക്കണം. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി ഏതെങ്കിലും യഹോവസാക്ഷി വന്നാൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിലുള്ള ദൂഷ്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കേവല ഏകത്വ ദൈവത്തെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. നീ പാപം ചെയ്തോ, നിന്റെ കൈ വെട്ടിക്കളയാം, അല്ലേ? തല വെട്ടിക്കളയാം, അല്ലേ? അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന റിലിജിയൻസ് ഉണ്ട്, ശരിയല്ലേ?
അതിന് നമുക്ക് അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവർ ദൈവത്തിൽ കേവല ഏകത്വമേ കാണുന്നുള്ളൂ. കേവല ഏകത്വമുള്ള ഒരു ദൈവത്തിന്, യൂണിറ്ററി ഗോഡിന്, ഇംഗ്ലീഷിൽ യൂണിറ്ററി ഗോഡ് എന്ന് പറയും, ഒരു യൂണിറ്ററി ഗോഡിന് സ്നേഹമായിരിക്കാനേ കഴിയത്തില്ല. അതുകൊണ്ട് ഖുറാനിൽ ഒരു സ്ഥലത്ത് പോലും ദൈവം സ്നേഹമാണെന്നുള്ള പ്രയോഗമില്ല. അറബിക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളെല്ലാം ദൈവത്തിന് ഇഷ്ടമുണ്ടെന്നാണ്. തന്നെ അനുസരിക്കുന്നവരെ, തന്നെ പിന്തുടരുന്നവരെ, ഇന്നതിന്നത് ചെയ്യുന്നവരെ ഇഷ്ടമാണ്. നമ്മുടെ ദൈവത്തിന് ഇഷ്ടമല്ല, സ്നേഹമാണ്. ദൈവത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. അങ്ങനെ ഉരുത്തിരിയാനുള്ള കാരണം ദൈവത്തിലുള്ള ബഹുത്വമാണ്. അപ്പം ഇങ്ങനെ പറ്റൂ? സാധാരണ യഹോവസാക്ഷികൾ നമ്മളെ ട്രിക്ക് ചെയ്യാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ പറയുന്നു ദൈവം ഒരേ സമയം 3 വ്യക്തികളുമാണ്, അതേസമയം ഒരു വ്യക്തിയുമാണ്, അല്ലേ? നിങ്ങൾ പറയുന്നു ദൈവം ഒരേ സമയം 3 വ്യക്തികളാണ്, അതേസമയം ഒരു വ്യക്തിയാണ്. ഇപ്പം ബാബു സഹോദരനും സജി സഹോദരനും ഞാനും 3 വ്യക്തികളാണ്. അത് ശരിയാ. പക്ഷെ ഞങ്ങൾ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞങ്ങൾ എത്ര സ്നേഹത്തിലാണെന്ന് പറഞ്ഞാലും. അപ്പം അവർ നമ്മളോട് ചോദിക്കുന്ന ഇതാണ്, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ദൈവം 3 വ്യക്തിത്വങ്ങളാണെന്നും അതേ സമയത്ത് ഒരു വ്യക്തിത്വമാണെന്നും പറയുന്നു. ഇതെങ്ങനെ പറ്റും? ഇത് കോൺട്രഡിക്ഷൻ അല്ലേ? അല്ലേ? എന്ത് പറയുന്നു? ഈസ് ഇറ്റ് പോസിബിൾ? എങ്ങനെ പറ്റും? പക്ഷെ അവിടെ ചോദ്യത്തിലൊരു കുഴപ്പമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചോദ്യങ്ങൾ കേൾക്കണം. അതിലെന്തേലും ഗുട്ടൻസ് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന എന്നാ, ദൈവത്തെക്കുറിച്ച് എന്നാ പറയുന്നത്? ആദ്യം ഉപയോഗിച്ചൊരു വാക്ക് ഇംഗ്ലീഷിൽ ബീയിങ്. ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്, ഒരേകകമാണ്. 3 വ്യക്തിത്വങ്ങളുണ്ട്, ഒരു വ്യക്തിത്വമല്ല. 3 വ്യക്തിത്വങ്ങളുണ്ട്, ഒരേകകമാണ്. ഞാനും ഷേർലിയും 2 വ്യക്തിത്വങ്ങളാണ്, പക്ഷേ ഒരു കുടുംബമാണ്, ഒരേകകമാണ്. അയ്യോ, ഇവിടെ തന്നെ എത്ര എക്സാമ്പിൾ അല്ലേ? 2 വ്യക്തിത്വങ്ങൾ ഒരേകകമായിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചും ബൈബിളും തിയോളജിയൻസും ഒക്കെ പറയുന്നത് ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്, അതേസമയം ദൈവം ഒരു വ്യക്തിയാണെന്നല്ല, ദൈവം ഒരു ഏകകമാണെന്ന, ഒരു ബീയിങ് ആണെന്ന, ഒരു ജീവഘടനയാണെന്ന്. എന്താ അപ്പം ക്വസ്റ്റ്യൻ അങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ്, ഈസ് ഇറ്റ് പോസിബിൾ? പോസിബിളാ അല്ലേ? കുടുംബങ്ങളിലൂടെ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുടുംബങ്ങളിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, അത് മനുഷ്യരായതുകൊണ്ട്. മനുഷ്യരെ കൊണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇംപെർഫെക്ഷൻസ് ഉണ്ട്. വേറെ ഉദാഹരണങ്ങൾ വല്ലതും ഉണ്ടോ? സാധാരണ നമ്മൾ ത്രിയേകത്വത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അതിൽ പലതും പെർഫെക്റ്റ് ആക്കാൻ പറ്റിയല്ലേ. വെള്ളത്തിന് 3 അവസ്ഥയുണ്ട്: ഐസ്, ലിക്വിഡ്, പിന്നെ നീരാവി. ഐസ്, ദ്രവ രൂപത്തിലുള്ള വെള്ളം, നീരാവി. ഇത് 3ഉം വെള്ളമാണ്. പക്ഷേ അത് വ്യത്യസ്ത സമയങ്ങളിലാണ് വ്യത്യസ്തമായിരിക്കുന്നത്. ഒരു സമയത്ത് നീരാവിയാണ്, അന്നേരം ഐസല്ല. ഒരു സമയത്ത് നീരാവിയാണെങ്കിൽ ദ്രവജലമല്ല. പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും 3 വ്യക്തിത്വങ്ങൾ അടങ്ങിയ ആളുമാണ്, എല്ലായ്പ്പോഴും ഏക ഘടകവുമാണ്. ഉദാഹരണം പറയാൻ വലിയ പാടാണ്, കാരണം ദൈവമല്ലേ, അല്ലേ? അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാലും ക്രൂഡായിട്ടുള്ള ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘം. മലയാളം ഞാൻ ആ വാക്കിങ്ങനെ തപ്പുമായിരുന്നു. സഹകരണ സംഘം. തമിഴ്നാട്ടിൽ 25 വർഷം ജീവിച്ച ആൾ വേണം എനിക്ക് മലയാളം വാക്ക് പറഞ്ഞുതരാം. ഗ്രേറ്റ്. സഹകരണ സംഘം കേട്ടിട്ടുണ്ടോ? ഒരു സഹകരണ സംഘത്തിൽ 50 ആളുണ്ടെന്ന് വിചാരിക്കുക. 50 വ്യക്തികളുണ്ട്. അതേസമയം സഹകരണ സംഘം ഒരു വ്യക്തിയാണ്. നിയമത്തിൽ തന്നെ പറയുന്നത് അങ്ങനെ. ഒരു സഹകരണ സംഘം ഒരു കള്ളത്തരം കാണിച്ചെന്ന് വെച്ചോ. ഒരു സഹകരണ സംഘം, ഇപ്പം നമ്മൾ ബാങ്കിൽ കൊണ്ട് കാശിട്ടു, കാശ് കിട്ടിയില്ല, നമ്മൾ എന്തോ ചെയ്യും? അതിലെ 50 അംഗങ്ങൾക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുമോ?
സഹകരണ സംഘത്തിനെതിരെയാണ് കേസ് കൊടുക്കുന്നത്. കേസ് കൊടുക്കാവുന്ന, വസ്തുവകകൾ മേടിക്കാവുന്ന, വാഹനങ്ങൾ മേടിക്കാവുന്ന, പാൻ കിട്ടാവുന്ന, അക്കൗണ്ട് തുറക്കാവുന്ന ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഒരു സഹകരണ സംഘം, അല്ലെങ്കിൽ ഒരു ബീയിങ്ങാണ്, ഒരു ഘടകമാണ്. അതിന് വ്യതിരിക്തമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരു സഹകരണ സംഘത്തിൽ 50 വ്യക്തികളുമുണ്ട്, അതേ സമയത്ത് സഹകരണ സംഘം എന്ന് പറഞ്ഞ ഒരേകകവുമാണ്. കമ്പനികൾ എങ്ങനെ? കമ്പനികൾക്ക് ഷെയർ ഹോൾഡേഴ്സ് കാണും. പിന്നെ ഹെർമൻ, വേറെ ആരാ കമ്പനികളിലുള്ളത്? ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്, പിന്നെ കമ്പനിയുണ്ട്. ഒരു കമ്പനിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നു, കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിലയൊക്കെ അങ്ങ് പോയി. നമുക്കൊരു കേസ് കൊടുക്കണം. ആർക്കെതിരെ കേസ് കൊടുക്കും? ഓരോ ഡയറക്ടർ ആവറാച്ച ഇങ്ങ് വന്ന് എനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോകുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കമ്പനി ഒരു ഏകകമാണ്, ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്, ഒരു ലീഗൽ പേഴ്സണെ പോലാണ്, ഒരു ലീഗൽ ഇൻഡിവിജ്വലാണ്. ഈ ടാറ്റാ ബിർളയിലൊക്കെ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് കാണും. എന്നെ ടാറ്റ തന്ന ഒരു പ്രോഡക്റ്റ് മോശമായിരുന്നു, ഒരു കാറ് മോശമായിരുന്നു, അതുകൊണ്ട് ഒരു ഷെയർ ഹോൾഡറിനെ കണ്ടപ്പോൾ ഒരു അടിയും കൊടുത്ത് എൻ്റെ കാറ് മാറ്റി തരണമെന്ന് പറഞ്ഞാൽ എന്നോ ചെയ്യും? പിടിച്ച് ജയിലിലിടും നമ്മളെ, അല്ലേ? മനസ്സിലായോ? ആ കമ്പനി ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ആ കമ്പനി എന്നുള്ള ഘടകത്തിനാണ്, ഏകകത്തിനാണ്. അതിൽ അനേക ഡയറക്ടേഴ്സ് കാണും എന്ന് പറഞ്ഞതുപോലെ. മാത്രമല്ല, ഈ ഏതെങ്കിലും ഡയറക്ടർ സ്വയമേവ കള്ളം ചെയ്താലേ അവർക്കെതിരെ കേസ് വരുള്ളൂ. അല്ലാതെ കമ്പനിയായിട്ട് ചെയ്ത ഒരു കാര്യത്തിന് അവർക്ക് ഉത്തരവാദിത്വമില്ല. ഒരു ഡയറക്ടർ അതിൽ നിന്ന് അടിച്ചു മാറ്റി പൊട്ടുംകടല അടിച്ചാൽ അതിന് കേസുണ്ട്. ഡയറക്ടർ അതൊന്നും ചെയ്തില്ല, കമ്പനി ഒരുമിച്ച് കൂടി തീരുമാനങ്ങളെടുത്തു, ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനമായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ കമ്പനി ഫെയിലായിപ്പോയി. അതിന് ഒരു ഡയറക്ടറോടും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല, കമ്പനിയോടെ ചോദിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനത്തിൽ പോലും ഒന്നിലധികം ഘടകങ്ങൾ അടങ്ങിയ ഏകകങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കാൻ പോകാന്നുണ്ടല്ലേ, എത്ര വോട്ടേഴ്സ് അടങ്ങിയ ഒരു ഏകകമല്ലേ? എത്ര വോട്ട് ചെയ്യുന്ന എത്ര സമ്മതിദായകരടങ്ങിയ ഒരു ഏകകമാണ്. ഈ ഭൂമിയിൽ തന്നെ ഒന്നിലധികം ഏകകങ്ങൾ അടങ്ങിയ, ഒന്നിലധികം വ്യക്തിത്വങ്ങൾ അടങ്ങിയ ഒരേകകം, ഒരെൻറ്റിറ്റി, ആ വ്യവസ്ഥിതി ഈ ലോകത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ത്രിയേകത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറ്റുമോ, ഇങ്ങനെ സാധിക്കുമോ, ഇങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ തന്നെ നമ്മൾ താമസിക്കുന്ന കുടുംബത്തിൽ തന്നെ ഒന്നിലധികം വ്യക്തികൾ ഒരുമിച്ച് വന്ന് ഒരേകകമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി നിരാകരിക്കാൻ പറ്റില്ല. ഞാനും ഷേർലി ഒന്നായി തീർന്നിരിക്കുക. അപ്പോൾ ഇനിയും ഒന്നിലധികം വ്യക്തിത്വങ്ങൾക്ക് ഒരേകകമായിട്ട് തീരാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലെ നിങ്ങൾക്കും പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അവർ ഡെയിലി എക്സ്പീരിയൻസ്, നമ്മുടെ അനുദിന അനുഭവമാണ് ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരേകകമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനിയും എനിക്കൊരു കാരണവശാലും ഇത് ഇമ്പോസിബിൾ ആണെന്ന് പറയാനുള്ള അവകാശമില്ല ലോജിക്കലി. പണ്ട് ആരാണ്ട് ഒരു 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 ഇതിൽ ഒരു പ്രസൻറ്റേഷനിൽ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ മായയാണ് എന്നാണ് ചോദ്യകർത്താവ് അവകാശപ്പെടുന്നത്. അപ്പം തിരിച്ച ഉത്തരം പറഞ്ഞ ആൾ ചോദിച്ചു, ടു ഹും ഷുഡ് ഐ ആൻസർ? നീ മായയാണെങ്കിൽ പിന്നെ ഞാൻ ആരോടാ ഉത്തരം പറയേണ്ടത്? നീ എന്നോട് ഉത്തരം പറയാനല്ലേ പറയുന്നത്? നീ മായയാണെങ്കിൽ പിന്നെ ഞാൻ ആരോടാ ഉത്തരം പറയുന്നു? അതെന്നോട് മതി, അപ്പം ഞാനുണ്ട്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു കുടുംബമെന്ന ഒരു എൻറ്റിറ്റി, ഒരു യൂണിറ്റിൽ ജീവിക്കുകയും ഒന്നിലധികം ഘടകങ്ങൾക്ക് ചേർന്ന് ഒരേകകമാകാൻ പറ്റുകയില്ലെന്ന് വാദിക്കുന്നത് സെൽഫ് കോൺട്രഡിക്ഷനാണ്. നമ്മൾ സ്വയം നിരാകരിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള ധാരാളം ഉദാഹരണങ്ങൾ, ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന് ഒറ്റ ഘടകമായിട്ട് തീരുന്ന ധാരാളം ഏകകങ്ങൾ, അല്ലേ? നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അതുപോലെ, നമ്മുടെ കോർപ്പറേഷൻ അതുപോലെ, അല്ലേ? കമ്പനികളെല്ലാം അതുപോലെ, കോപ്പറേറ്റീവ്സ് എല്ലാം അതുപോലെ, ഒന്നിലധികം വ്യക്തികൾ ചേർന്ന്
ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറുക പോസിബിളാണ്. അപ്പം ദൈവത്തിൽ ബഹുത്വമുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് യാതൊരു യുക്തിരാഹിത്യത്തെക്കുറിച്ചും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ചിലർ ദൈവത്വത്തിൻ്റെ ഏകത്വത്തെ സംശയിക്കുന്നത്? അവരുടെ ന്യായം എന്താ? ഞാനിത് മുഴുവനൊന്നും പറഞ്ഞില്ല കേട്ടോ. സജി സാറ് വരുന്ന ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി ഒരു ചെറിയ ക്ലാസ് ആയിട്ട് എടുത്തതാണ്. എന്ത് ന്യായമായി ഇവർ പറയുന്നു? നമ്മൾ പറയുന്നു ദൈവത്വത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്. ഈ 3 വ്യക്തിത്വങ്ങളും ചേർന്ന് ഒന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇതെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഒന്നാമത്തേത്, ഇത് ദൈവത്തെക്കുറിച്ചാണ് അല്ലേ? ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഇതൊരു വലിയ ദൈവിക രഹസ്യമാണ്, ഒരു മിസ്റ്ററിയാണ്. അത് ദൈവം വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ലോകത്തിന് ഇത് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. അപ്പം പിന്നെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആദ്യം ചോദിച്ച ചോദ്യം, ദൈവം ത്രിയേകത്വത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പശ ഏതാ? പണ്ട് ക്വിക്ക് ഫിക്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഓർക്കുന്നോ? ആന ഫെവിക്കോളിന് ക്വിക്ക് ഫിക്സിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരുത്തൻ ചൂണ്ടയിടുന്നതിന് റോഡിൻ്റെ അറ്റത്തൊരു പശ വരട്ടിട്ട് വെള്ളത്തിലോട്ട് കുത്തും, അത് മീൻ പറ്റിയിരിക്കും അല്ലേ? അങ്ങനെ നടക്കത്തൊന്നുമില്ല, അഡ്വർടൈസ്മെൻ്റ് ആണ്. ത്രിയേകത്വത്തിൽ ഈ 3 വ്യക്തിത്വങ്ങളെ ഒന്നാക്കി തീർക്കുന്ന ആ ഗമ്മേത ഇല്ല. ത്രിയേകത്വത്തിലേക്ക് പോകുന്നില്ല, ഫാമിലിയിലെ ഗമ്മേത. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നാക്കി തീർക്കുന്ന ആ ഗം ഏതാണ്? ആ പശ ഏതാണ്? പ്രധാന പശ ഏതാ? യെസ്, സ്നേഹത്തിന് മലയാളത്തിൽ എണ്ണ എന്നൊക്കെ ഒരു അർത്ഥം കൂടെ ഉണ്ടല്ലേ, ഒട്ടിക്കാൻ പറ്റിയ സാധനമാണ്. ലവ്. സ്നേഹമാണ് കുടുംബത്തെ ഒന്നാക്കുന്നത്, ട്രൈയൂണിറ്റിയെയും ഒന്നാക്കുന്നത് സ്നേഹമാണ്. ഞാനിത് ആദ്യം പറയേണ്ട ഒരു കാര്യം മറന്നുപോയി. ത്രിത്വം എന്ന് പറയുന്നതിനേക്കാളും ത്രിയേകത്വം എന്ന് പറയുന്നത് എപ്പോഴും ശരി. ട്രൈയൂണിറ്റി, ത്രിയേകത്വം. ഓക്കെ. അപ്പം ലോകത്തിന് ഇത് മനസ്സിലാകുന്നില്ല. എങ്ങനെ 3 വ്യക്തിത്വങ്ങൾക്ക് ഒന്നായി തീരാൻ കഴിയും? കുടുംബജീവിതമായാലും ത്രിയേകത്വം എടുത്താലും ഒന്നിലധികം ഘടകങ്ങളെ ഒന്നാക്കി തീർക്കുന്ന ആ പശ, അത് സ്നേഹമാണ്. 2 മാഗ്നറ്റുകൾ അന്യോന്യം ആകർഷിക്കുന്നത് പോലെ ദൈവിക സ്നേഹമാണ് 2 വ്യത്യസ്ത ഘടകങ്ങളെ ഒന്നായി ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഫാമിലി ലൈഫിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ കാരണം എന്നാ? സ്നേഹക്കുറവ് തന്നെയാണ്. സെൽഫിഷ്നെസ് ആണ് പ്രശ്നം. എന്താ ദൈവിക സ്നേഹം എന്ന് പറയുന്നത്? അൺകണ്ടീഷണൽ ലവ്, നിബന്ധനകളില്ലാത്ത സ്നേഹം. എന്താ നിബന്ധനകളില്ലാത്ത സ്നേഹം? നീ എനിക്ക് എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലേലും ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കും. സ്നേഹം ഒരു പ്രതിബദ്ധതയാണ്, ഒരു സമർപ്പണമാണ്. കണ്ടീഷൻസേ ഇല്ല. നീ പാപിയാണെങ്കിലും കൊള്ളാം, പാപി അല്ലെങ്കിലും കൊള്ളാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതാ ദൈവം ക്രൂശിൽ കാണിച്ചല്ലേ. മനുഷ്യർ പാപികളായിരുന്നപ്പോൾ തൻ്റെ പുത്രനെ പാപികൾക്ക് വേണ്ടി ക്രൂശിൽ കൊന്നുകളഞ്ഞ് അവരെ വീണ്ടെടുക്കാൻ പ്രസാദിച്ച ആ ദൈവത്തിൻ്റെ അൺകണ്ടീഷണൽ ലവ്. ഇപ്പം കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ നിബന്ധനകളില്ലാത്ത സ്നേഹം നമുക്കില്ലെന്നർത്ഥം. നമുക്ക് പലപ്പോഴും നിബന്ധനയുണ്ട്. എനിക്ക് നീ ഇന്നതൊക്കെ ചെയ്താൽ നീ നല്ലതാ, ഞാൻ നിന്നെ സ്നേഹിച്ചോളാം. ഇന്നതൊക്കെ ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്നേഹം അല്പം കുറയും, ചില രൂപമൊക്കെ മാറും, ശബ്ദത്തിന് ഇച്ചിരി വ്യത്യാസമൊക്കെ വരും. സ്നേഹം തന്നെയാണ് പ്രശ്നം. അപ്പം ദൈവിക ത്രിയേകത്വത്തിലെ അഡ്ഹസീവ് ഫോഴ്സ്, ദൈവിക ത്രിത്വങ്ങളെ, ത്രിയേകത്വത്തെ ഒന്നിച്ചു നിർത്തുന്ന പ്രധാന ശക്തി സ്നേഹമാണ്. അപ്പം നമ്മളിൽ
അത് പലപ്പോഴും വേണ്ടുവോളം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് സ്നേഹത്തിൽ വസിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏകത്വത്തിലേക്ക് നമ്മൾ വരാതിരിക്കുന്നത്. അപ്പോൾ ഇത് ത്രിയേകത്വത്തെക്കുറിച്ചുള്ള ക്ലാസ് ആണെങ്കിലും ഫാമിലി ലൈഫിനെ കുറിച്ച് ഒന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല. ഡു ഐ ലവ് മൈ വൈഫ് അൺകണ്ടീഷണലി? ഡു ഐ ലവ് മൈ ഹസ്ബൻഡ് അൺകണ്ടീഷണലി? ഒരു നിബന്ധനകളുമില്ലാതെ ഞാൻ എൻ്റെ ഭാര്യയെ, ഭർത്താവിനെ സ്നേഹിക്കുന്നുവോ? നിഷ്കാമമായിട്ട്, നിസ്വാർത്ഥമായിട്ട്. അതെന്താ മനുഷ്യനങ്ങോട്ട് സാധിക്കാത്തത്? ഗമ്മൊക്കെ അറിയാം അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം പൊട്ടിയാൽ ഉടൻ ഫെവിക്കോൾ, ആ കോൾ, ഈ കോൾ എന്ന് പറഞ്ഞ് നമ്മൾ ഓടും അല്ലേ കടയിലേക്ക്. ഗമ്മറിയാം. പക്ഷെ എന്താ ഹ്യൂമൻ ബീയിങ്സിന് അതങ്ങോട്ട് സാധിക്കാത്തത്? ഒന്നാമത് ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ടാണ്. വി ആർ ഫോളൻ. നമ്മളിൽ ജഡമെന്നൊരു പുള്ളി ഒളിച്ചിരിപ്പുണ്ട്. ആ പുള്ളിയാണ് നമ്മളെ കൊണ്ട് ഈ വികൃതികൾ മുഴുവൻ കാണിക്കുന്നത്. നമ്മൾ വീണുപോയവരാ. രണ്ടാമത് നമുക്കൊരു പ്രശ്നമുണ്ട്. ഒംനീഷ്യൻസ് ഇല്ല, സർവജ്ഞാനിത്വമില്ല. ഒരു കഥ പറഞ്ഞാൽ മനസ്സിലാവും. ഇടയ്ക്ക് ഇച്ചിരുന്ന് ലൈറ്റ് ആക്കണമെങ്കിൽ കഥയിലേക്ക് പോകാം. ഒരു ഫാമിലി ഉണ്ടായിരുന്നു. കഥയൊക്കെ പറയുന്നത് ഒരിടത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരു തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ബ്രെഡും ബട്ടറുമാണ്. എല്ലാ ദിവസവും ബ്രെഡും ബട്ടറും. അപ്പോൾ മേശയിലേക്ക് വന്നിരിക്കും. ഭർത്താവ് ചാടിയ ബ്രെഡിങ് എടുക്കും. എന്നിട്ട് അതിൻ്റെ ഔട്ടർ പീസ്, അതിനെന്താ നമ്മൾ പറയുന്നത്, പുറമോട്ട് അല്ലേ, പുറമോട്ട് എന്നൊക്കെ പറയും. ഔട്ടർ പീസ് ഇച്ചിരി കട്ടിയൊക്കെ കൂടുതലായിരിക്കും. ആ രണ്ടറ്റത്തെ ഔട്ടർ പീസ് എടുത്ത് ഈ ഇതൊക്കെ അങ്ങോട്ട് പുരട്ടി, ബട്ടറൊക്കെ പുരട്ടി, നെയ്യൊക്കെ പുരട്ടി ഭാര്യയ്ക്ക് കൊടുക്കും. എന്നിട്ട് അകത്തെ നല്ല കഷ്ണം പൊട്ടിച്ച് പുള്ളിയും തിന്നും എവറി ഡേ. അങ്ങനെ 25 വർഷം ഇവർ ബട്ടറും ബ്രെഡും തിന്നു. 25 ഇയേഴ്സ്. 25ാം ആനിവേഴ്സറിക്ക് ഇവരൊരു ഹോട്ടലിൽ വളരെ പ്രൈവറ്റായിട്ട് 25th വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോയി. അന്നും പല ഐറ്റം ഉണ്ട്. ആദ്യത്തെ ഐറ്റം ബ്രെഡും ബട്ടറുമാണ്. ഭർത്താവ് ബ്രെഡ് എടുത്തു, പുറകോട്ടെടുത്ത് 2 ചേർത്ത് ഒട്ടിച്ചു, ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇടിയോടുകൂടിയ മഴ പെയ്തു. എന്തുവാ? ഭാര്യ പൊട്ടിക്കരഞ്ഞു. മനുഷ്യ, ഈ 25ാം വാർഷികത്തിനെങ്കിലും എന്നെ കൊണ്ട് ഈ പുറമോട്ട് തീറ്റിക്കുകയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം മറുവശത്ത് ഇടിയും മിന്നലും തുടങ്ങി. ഈ 25 വർഷവും ഞാൻ ത്യാഗപൂർണമായിട്ട് ഞാൻ ഈ ബ്രെഡ് കഷ്ണം നിനക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ പുള്ളിക്ക് ഇഷ്ടം പുറമോട്ടാണ്, ഇച്ചിരി കട്ടിയൊക്കെ വേണം. അപ്പം പുള്ളി ത്യാഗാത്മകമായിട്ട് ഇത് ഒട്ടിച്ച് ഭാര്യയ്ക്ക് കൊടുക്കുക, വളരെ സ്നേഹത്തിൽ കരുതലി കൊടുക്കുക. പക്ഷെ ഈ ഭാര്യയ്ക്ക് അത് മനസ്സിലായില്ല. ഇവൻ്റെ ഹൃദയത്തിലുള്ള ഭാര്യയ്ക്കും മനസ്സിലായില്ല, ഭാര്യയുടെ ഹൃദയത്തിലുള്ള ഇവനും മനസ്സിലായില്ല. ഈ ഭാര്യയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണ് ഇഷ്ടം അല്ലേ? സഹോദരിമാർ വളരെ സോഫ്റ്റാണല്ലോ. ഇത് പുള്ളിക്കും പിടികിട്ടിയില്ല. ഈ 25 വർഷം ഇതിങ്ങനെ പോയി. 25ാം വർഷമാണ് ഈ ഇടിയോടുകൂടെയൊക്കെ മഴയൊക്കെ 2 സൈഡിൽ നിന്നൊക്കെ പെയ്ത് ക്ലിയറായത്. അന്നേരം ആ സ്ത്രീക്ക് മനസ്സിലായി, യെസ് ഹി ലവ്സ് മീ. എന്താ കാരണം? പുള്ളിക്കാരിക്ക് ഇച്ചിരി സർവജ്ഞാനിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബ്രെഡ് വെച്ച് നീട്ടുമ്പോഴേ പുള്ളിക്കാരിക്ക് മനസ്സിലായതിനെ ഇത് സ്നേഹത്തോടെ തരുന്നതാണ്. അത് നീട്ടാൻ തുടങ്ങുന്നതിന് മുമ്പേ ഭർത്താവിനും മനസ്സിലായേനെ, അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമല്ലല്ലോ, ഞാനിത് കൊടുക്കുന്നതിനാ, ഞാൻ തിന്നാം. അതുപോലെ തിരിച്ചും എൻ്റെ ഭർത്താവിന് ഈ പുറമോടാ ഇഷ്ടം, എനിക്ക് തരുന്ന സ്നേഹം കൊണ്ടാണ്. ഇന്നെങ്കിലും ഭർത്താവ് അത് തിന്നട്ടെ, ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു കളയാമെന്ന് സ്ത്രീയും ചിന്തിച്ചേനല്ലേ. നമ്മുടെ യൂണിറ്റി പൂർണ്ണമാകാത്തതിൻ്റെ കാരണം നമ്മുടെ അറിവ് കുറവാണ്, സർവജ്ഞാനിത്വമില്ല നമുക്ക്. അപ്പം അതിനെന്നോ ചെയ്യാം? പ്രാക്ടിക്കലി കുടുംബജീവിതത്തിൽ എന്ത് ചെയ്യാം? നോ യുവർ സ്പൗസ് മോർ. അതിനെന്തോ ചെയ്യണം? ഹാവ് മോർ ട്രാൻസ്പെറൻസി. സുതാര്യത കൂട്ടിക്കൂട്ടി വരിക. കൂട്ടാളിയെ, തുണയെ കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ കൂടുതൽ അറിയണമെങ്കിൽ കൂടുതൽ സുതാര്യത വേണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും. ഈ അച്ചായന് പുറമോടാ ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ ഹണിക്ക് അകത്തെ സോഫ്റ്റ് പീസായി ഇഷ്ടമെന്നൊക്കെ നേരത്തെ മനസ്സിലാക്കി പോയേന്.
പക്ഷേ ദൈവത്തിന് ഈ പ്രശ്നങ്ങളേ ഇല്ല. ബൈബിള് യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ സർവ്വജ്ഞാനിത്വത്തെ കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ടോ? അവർ ഹൃദയത്തിൽ ചിന്തിച്ചത് അവൻ അറിഞ്ഞിട്ട്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 61-ാം വാക്യത്തിലും കണ്ടാന്ന് തോന്നുന്നു, നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു. കർത്താവിനറിയായിരുന്നു നേരത്തെ. അതുപോലെ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും ഒക്കെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ സർവജ്ഞാനികളാണെന്ന് വായിക്കുന്നുണ്ട്. അപ്പം സർവജ്ഞാനികളായിട്ടുള്ള, സർവസ്നേഹികളായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ അവരൊന്നായി തീർന്നിരിക്കും. ഒരു ചലഞ്ചിനും പോകണ്ട. ഏത് യഹോവ സാക്ഷിയാന്നേലും അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് തെളിയിക്കണം, പിതാവ് സർവജ്ഞാനി അല്ല, പുത്രൻ സർവജ്ഞാനി അല്ല, പരിശുദ്ധാത്മാവ് സർവജ്ഞാനി അല്ല. അതുപോലെ തന്നെ പിതാവ് സർവസ്നേഹിയല്ല, പുത്രൻ സർവസ്നേഹിയല്ല, പരിശുദ്ധാത്മാവ് സർവസ്നേഹിയല്ലെന്ന് തെളിയിച്ചില്ലെങ്കിൽ ഈ രണ്ട് ക്വാളിറ്റിയുള്ള മൂന്ന് വ്യക്തിത്വങ്ങൾക്ക് ഒന്നായി തീർന്നേലേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ട്രൈയൂണിറ്റി ഈസ് എ നെസസിറ്റി. ത്രിയേകത്വം ഒരു അനിവാര്യതയാ, അതൊഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ ദൈവിക വ്യക്തിത്വങ്ങള് മൂന്നും സർവസ്നേഹികളും അതുപോലെ സർവ ജ്ഞാനികളും ആയതിനാൽ they have to fuse together. Triunity is a necessity. ഈ നെസസിറ്റി എന്ന് പറയുന്നൊരു ഫിലോസഫിക്കൽ ടേമാണ്. അനിവാര്യത. ഇറ്റ് കനോട്ട് ബി അതർവൈസ്. അങ്ങനെ അല്ലാതെ ഇരിക്കാൻ പറ്റില്ല. ഈ ബൈബിള് പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ ആട്രിബ്യൂട്ട്സ് വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ ഗുണവിശേഷങ്ങൾ വെച്ച് നോക്കിയാൽ അവർക്ക് സെപ്പറേറ്റ് എൻറ്റിറ്റി ആകാനേ പറ്റില്ല. ഇപ്പം ഞാൻ ബാബു സഹോദരനെയും സജി സഹോദരനെയും തന്നെ ഉദാഹരണമായിട്ട് പറയാം. എനിക്കിപ്പം തോന്നിയൊരു ചായ കുടിച്ചാൽ കൊള്ളാം, തൊണ്ട വയ്യ, പ്രസംഗിക്കാൻ പറഞ്ഞ അലറി നിലവിളിക്കും, അവസാനം തൊണ്ട പോകും. അപ്പം എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പം സജി സഹോദരന് ഇപ്പം എന്നോ തോന്നും? എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു ചായ കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി. അപ്പം സജി സഹോദരന് എന്നോ തോന്നും? അല്ലെങ്കിൽ ജെയിംസ് ഓറീസ് ഒരു ചായ കുടിക്കണമെന്ന് തോന്നും. അതെന്തുകൊണ്ടാണ് തോന്നുന്നേ? പുള്ളിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഈ പുള്ളിയുടെ തൊണ്ടയെല്ലാം പോയി പാവം ഒരു ചായ കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, കുടിക്കട്ടെ അല്ലേ? അതെങ്ങനെ അറിഞ്ഞു സഹോദരൻ? സർവജ്ഞാനിത്വത്തിൽ. ഞങ്ങൾ മൂന്ന് പേരും സർവസ്നേഹികളും സർവജ്ഞാനികളുമാണെങ്കിൽ ഞാൻ എന്താഗ്രഹിക്കുന്നു അതേ നിമിഷത്തിൽ അവർ രണ്ടുപേരും എനിക്ക് വേണ്ടി അത് ആഗ്രഹിക്കും. അപ്പം സജി സഹോദരന് ചിന്തിക്കാന്ന് വെച്ചാൽ, ഈ പുള്ളി കത്തി വെച്ച് ഞാൻ ക്ഷീണിച്ചു, ഒരു കാപ്പി കിട്ടിയിരുന്നതിൽ ദൈവമേ എത്ര നല്ലതായിരുന്നു. അന്നേരം ഞാനും ബാബു സഹോദരനും എന്നോ ചിന്തിക്കും, അയ്യോ സജി സഹോദരന് ഇപ്പം തന്നെ ഒരു കാപ്പി കിട്ടുമെന്ന് വിചാരിക്കണ്ട. എന്താ കാരണം? ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ സർവജ്ഞാനിത്വത്തിൽ സജി സഹോദരൻ ചിന്തിച്ചപ്പോഴേ അത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് പെർഫെക്റ്റ് ലവ് ആയതുകൊണ്ട് അതിന് പാരവെക്കുന്ന പ്രശ്നമേ ഇല്ല. അന്നേരം ബാബു സഹോദരൻ ആലോചിക്കുക, ഈ മണ്ടന്മാരൊക്കെ ചായയും കാപ്പിയൊക്കെയാണ്, ഐ വിൽ ഹാവ് ആൻ ഐസ്ക്രീം, ചൂട് കാലവുമാണ് അല്ലേ? അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്ത് ചിന്തിക്കും? ആ നിമിഷത്തിൽ തന്നെ അത് അറിയുകയും ബാബു സഹോദരന് ഒരു ഐസ്ക്രീം കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. ബാബു സഹോദരൻ ആഗ്രഹിച്ചാൽ തന്നെ ഇപ്പം ഐസ്ക്രീം കിട്ടും അല്ലേ? സായിബാബ ഇങ്ങനെ കാണിക്കുമ്പോൾ ഭസ്മം വരുന്ന പോലെ സർവശക്തനും കൂടെ അല്ലേ കൂട്ടത്തിലുണ്ട്. ഓട്ടൻ കിട്ടും. ഞങ്ങളും കൂടെ ആഗ്രഹിച്ചാലോ? ഇറ്റ് ഈസ് ട്രിപ്പിളി ഷുവർ അല്ലേ? 3 വട്ടം നടന്നിരിക്കും. അപ്പം സർവശക്തിത്വവും സർവജ്ഞാനിത്വവും സർവസ്നേഹിത്വവും പിന്നെ സർവനന്മിത്വവും, ഒംനി ബെനവലൻറ്റ് എന്നാണ് അതിനകത്ത്. ബാക്കി പറഞ്ഞൊന്നും നിങ്ങൾ ഓർക്കണ്ട, 2 ക്യാരക്ടർ ഓർക്കുക, സർവസ്നേഹവും സർവജ്ഞാനവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ സർവശക്തിത്വം കൂടെ വേണം, സർവനന്മിത്വം കൂടെ വേണം. എന്ന് പറഞ്ഞാൽ നന്മയെ ആഗ്രഹിക്കും.
ഞാൻ സൈസവറിൻ്റെ നന്മയെ ആഗ്രഹിക്കും, ബാബുസവറിൻ്റെ നന്മയെ ആഗ്രഹിക്കും, തിരിച്ചും അതുപോലെ എൻ്റെ നന്മയെ അവർ രണ്ടും ആഗ്രഹിക്കും. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉള്ള 3 വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ അവരൊന്നായി തീർന്നിരിക്കും. അതാണ് ബൈബിൾ പറയുന്നത്. ഇനിയും ഞങ്ങൾ 3 പേരും സർവ്വജ്ഞാനികളാണ്. ഇന്ന് 8:25 അയ്യോ 8:30 സമയമായി. ഓക്കെ, 8:30 ജെയിംസ് വർഗീസ് ചായ കുടിക്കണമെന്ന് ജെയിംസ് വർഗീസ് എപ്പോഴായിരിക്കും അറിയുന്നത്? 8:30 ജെയിംസ് വർഗീസിന് ചായ കുടിക്കണമെന്ന് ആഗ്രഹം വരും. എപ്പോഴറിയും? എറ്റേണലാന്ന് ഓർത്തോണം. സർവജ്ഞാനം എന്ന് പറഞ്ഞാലേ നോയിങ് എവറിത്തിങ് എറ്റേണലി. നിത്യതയിലെ എനിക്കറിയാം, ഇന്ന സമയത്ത് ഇന്നടത്ത് പ്രസംഗിക്കും, ഇന്ന മോമെന്റിൽ, ഇത്ര മണിക്ക്, ഇത്ര സെക്കൻഡിൽ, മൈക്രോ സെക്കൻഡിൽ, മില്ലി സെക്കൻഡിൽ, ആ സെക്കൻഡിൽ, ഈ സെക്കൻഡിൽ എനിക്കൊരു ചായ ആവശ്യം വരുമെന്ന് എനിക്ക് നിത്യതയിലെ അറിയാം. ഇവർ രണ്ടും എപ്പോൾ അറിയും? അവരും നിത്യതയിലെ അറിയും. എന്ന് പറഞ്ഞാൽ അന്യോന്യം സകലതും നിത്യതയിലെ അറിയുന്ന അവസ്ഥയാണ് സർവജ്ഞാനിത്വം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ വല്ല അതിർവരുമ്പം കാണുമോ? ബ്രെഡിൻ്റെ പ്രശ്നം നമ്മൾ തമ്മിൽ ഒരു സഹോദര. ഇനിയും സഹോദരൻ്റെ വീട്ടിൽ ധൈര്യമായിട്ട് പോവാം. ഇപ്പോഴാണ് പുള്ളി ആഹാരമൊക്കെ വിളമ്പി നമ്മളെ ബുദ്ധിമുട്ടിക്കും. നമ്മുടെ ഹൃദയം അറിയാമെങ്കിലോ ജസ്റ്റ് സഫീഷ്യൻ. റെഡി? സഹോദരൻ ധ്യാനത്തിലാണ്. അപ്പം കർത്താവ് ഇങ്ങോട്ട് പോരുമ്പം പിതാവും പുത്രനേ ഉള്ളായിരുന്നു. ക്രൂശിലായിരുന്നപ്പോഴെങ്കിലും പിതാവ് പുത്രനിൽ നിന്ന് മുഖം മറച്ചു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ, അല്ലേ? ഓക്കെ, അപ്പം ഇത്രയും പിടികിട്ടിയല്ലോ. അപ്പം ത്രിയേകത്തെ ശരിക്കും പിടികിട്ടിയ എല്ലാവർക്കും. സർവജ്ഞാനികളും സർവസ്നേഹികളും സർവശക്തരും സർവനന്മികളും. സർവസ്നേഹികൾ, സർവജ്ഞാനികൾ, സർവശക്തർ, സർവനന്മികൾ, അല്ലെ സർവനന്മയുള്ളവർ. ഈ 4 ക്വാളിറ്റീസ് ഉള്ള 3 വ്യക്തിത്വങ്ങൾ ലോകത്ത് എവിടെ ഉണ്ട് അവരൊന്നായി തീർന്നിരിക്കും. ആ ഫ്യൂഷൻ എങ്ങനെയുള്ള ഫ്യൂഷനായിരിക്കും? അബ്സല്യൂട്ട് ഫ്യൂഷനായിരിക്കും. പക്ഷേ ഇവർ വ്യക്തിത്വങ്ങളാണ്. ഞാനും ഷെർലിയും കൂടെ എത്ര സ്നേഹമാണെങ്കിലും ഞങ്ങൾ ഫ്യൂസ് ചെയ്ത് ഒരു വ്യക്തിത്വമാകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിത്വത്തിൻ്റെയും സർവസ്നേഹിത്വത്തിൻ്റെയും സർവശക്തിത്വത്തിൻ്റെയും സർവനന്മിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യൂണിറ്റി ഒരിക്കലും പേഴ്സണാലിറ്റിയെ ഇല്ലാതാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവിക ത്രിയേകത്വത്തിലെ 3 വ്യക്തിത്വങ്ങളും 3 വ്യക്തിത്വങ്ങളായിട്ട് തന്നെ തുടരുകയും അതേസമയം ഒരേകമായിട്ട് ഒരു ബീയിങ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തേ മതിയാകുകയുള്ളൂ. ഇനി ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഈ ദൈവം കുഴപ്പം പിടിച്ച ഒരു ദൈവമായിരുന്നേനെ, ക്രൂരനായ ഒരു ദൈവമായിരുന്നേനെ, സ്നേഹമില്ലാത്തവനായ ദൈവമായിരുന്നു, കരുണയില്ലാത്തവനായിരുന്നേനെ, പാപിയെ രക്ഷിക്കാത്തവനായി തീർന്നേനെ. യെസ്, ദൈവത്തിൻ്റെ സകല ഗുണവിശേഷങ്ങളും ദൈവത്തിൻ്റെ ത്രിയേകത്വത്തിലാണ് കുടികൊള്ളുന്നത്. ഇപ്പം എല്ലായ്പ്പോഴും ആരാധിക്കുമ്പോൾ ഒന്നാമത്തെ ആരാധന വിഷയം ഇതാണ്: താങ്ക് യു ഫോർ ബീയിങ് എ ട്രൈയൂണിറ്റി. കർത്താവേ, നീ ഒരു ത്രിയേകത്വമാകിയാൽ അങ്ങയെ സ്തുതിക്കുന്നു, അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ ആദാം പാപം ചെയ്തപ്പം തന്നെ ആദാമിനെ പൊട്ടിച്ച് ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഓരോരുത്തരും പാപങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടതാ. നീ സർവശക്തനാ, ലെറ്റ് ഇറ്റ് ഗോ എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അല്ലേ? ലെറ്റ് ജെയിംസ് എന്ന് പോലും പറയുന്നു, ഗോ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലേ? നമ്മൾ ഇല്ലായ്മയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് കുടികൊള്ളുന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള ത്രിയേകത്വമാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ ത്രിയേക ദൈവത്വത്തെ സ്നേഹിച്ചും ആദരിച്ചും
നമ്മളെ രക്ഷിക്കാനായിട്ട് അവതരിച്ച രണ്ടാമത്തെ ആ വ്യക്തിത്വമായ യേശുക്രിസ്തുവിനെ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ അറിയിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ.